സാന്നിധ്യം കൊണ്ട് ധന്യമാവുകയുണ്ടായി. ആ ഓർമ്മകൾ ഒരിക്കൽ കൂടി പുതുക്കുവാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ ഒരുമിച്ച് കൂടലും ജഗന്നിയന്താവായ നാഥൻ്റെ അടുക്കൽ ഒരു സാലിഹായ അമലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു നല്ല സൽകൃത്യമായി ഇന്നിൻ്റെ ഈ രാപ്പകലിനെ നീ ഞങ്ങൾക്ക് മാറ്റിത്തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ ഹുബ്ബുർ റസൂൽ സമാപന വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ആദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, അത്യാദരണീയരായ ശൈഖുനാ എ.പി. ഉസ്താദ്, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, കുണ്ടൂർ ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളെ, അള്ളാഹു നമ്മെ എല്ലാം കുടുംബസമേതം ബഹുമാനപ്പെട്ടവരോടൊപ്പം ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ സഭ സമാപിക്കുകയല്ല. നഅത്തെ ഷരീഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തകന്മാർ, ആശിഖീങ്ങളായ ആളുകൾ ചൊല്ലിയിരിക്കുന്ന പദ്യവരികൾ ചൊല്ലുന്നതിന് ആ മുഹിബ്ബീങ്ങളായ ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരല്പസമയം ഉസ്താദുമാർ പറഞ്ഞതനുസരിച്ചുകൊണ്ടും കുണ്ടൂർ ഉസ്താദിൻ്റെ ആ മഹബത്ത് കരസ്ഥമാക്കാനും വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് നാട്ടിൽ നടത്തിയിരിക്കുന്ന നിരവധി വിപ്ലവങ്ങൾ, ഇന്ന് ഇവിടെ നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സൗഹൃദ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഉണർത്തി. കുട്ടിക്കാലത്ത് അദ്ദേഹം ഈ നാട്ടിലൂടെ സ്കൂളിലേക്ക് പോകുമ്പോൾ താറിടാത്ത റോഡുകളാണ്, വളരെ ഇടുങ്ങിയ ഇടവഴികളാണ്. ആ ഇടുങ്ങിയ ഇടവഴികളിൽ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഇരുന്നു കൊണ്ട് നാട്ടുകാർക്ക് ചെയ്തിരുന്ന സേവനത്തെ അദ്ദേഹം അയവിറക്കിയത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രഥമ പൗരനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, ഞാനൊക്കെ കുട്ടിയാകുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ കുണ്ടൂർ ഉസ്താദ് ഈ തെങ്ങിൻ്റെ ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയിരിക്കുന്ന കൊട്ടയുണ്ടാക്കിയിട്ട് ആ കൊട്ട ഇങ്ങനെ ആളുകളെ കയ്യിൽ കൊടുക്കും. നടന്നു പോകുന്ന ആളുകളൊക്കെ വിളിച്ചിട്ട്, വാ ഒരു കൊട്ട മണ്ണ് നമുക്ക് ഈ റോട്ടിലിടാം. അങ്ങനെ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ്, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഇവിടുത്തെ ഇടവഴികളെ റോഡുകളാക്കി, റോഡുകളെ വീതി കൂട്ടി. അങ്ങനെ ഈ പരിസരത്ത് കാണുന്ന റോഡുകൾക്ക് ഏറ്റവും വലിയ സേവനം ചെയ്തുകൊണ്ട് മാതൃക കാണിച്ച മഹോന്നത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. അള്ളാഹു അടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ കുണ്ടൂർ ഉസ്താദ് ഇതിൻ്റെ പരിസരങ്ങളിൽ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇത്രയധികം കുടിവെള്ളവുമായി ജനങ്ങളെ സേവിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ടവർ റോഡിലൂടെ നടന്നു പോകുന്നവർക്കും ഇഴജന്തുക്കൾക്കും വണ്ട് പ്രാണികൾക്കും പക്ഷിപറവാദികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം വെള്ളത്തടാകങ്ങൾ ഉണ്ടാക്കിയിട്ട്, തണ്ണീർപ്പന്തലുകൾ ഉണ്ടാക്കിയിട്ട് ധാരാളം കുടിവെള്ളങ്ങൾ വിതരണം ചെയ്തിരുന്നു. ആ കുടിവെള്ളം വിതരണം ചെയ്തതിന് വളരെ വലിയ ചരിത്രം നമുക്ക് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടേത് കാണാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ മാതൃക നിലനിർത്തിക്കൊണ്ട് ഇന്നും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുണ്ടൂരിലോ നന്നമ്പ്രയിലോ തിരൂരങ്ങാടിയിലോ മാത്രമല്ല ഇതിൻ്റെ പരിസരങ്ങളിൽ എവിടെ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നോ അപ്പോഴേക്കും കുണ്ടൂർ ഉസ്താദിൻ്റെ കുടിവെള്ള പദ്ധതിയുടെ വാഹനം അവിടെ എത്തുന്നു. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന ആഷിഖുർ റസൂൽ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അള്ളാഹു അടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഹയാത്ത് കാലത്ത് തന്നെ തൻ്റെ രണ്ട് പ്രിയപ്പെട്ട മക്കൾ, ആ രണ്ട് പ്രിയപ്പെട്ട മക്കളായ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിൻ്റെ കൂടെ തന്നെ കുഞ്ഞുവിൻ്റെ വിയോഗത്തിന് ശേഷം രണ്ട് മക്കളെയും, ഉസ്താദ് ഗൾഫിൽ പോവുകയാണെങ്കിലും ഉസ്താദ് മദീനയിൽ പോവുകയാണെങ്കിലും ഉസ്താദ് മക്കയിൽ പോവുകയാണെങ്കിലും ബഹുമാനപ്പെട്ടവർ ഏത് ഭാഗത്ത് യാത്ര ചെയ്ത് പോവുകയാണെങ്കിലും അപ്പോഴെല്ലാം ബഹുമാനപ്പെട്ട ബാബ ഹാജിയെയും ലത്തീഫ് ഹാജിയെയും കൂടെ തന്നെ കൊണ്ട് നടന്നുകൊണ്ട് തെർബിയത്ത് ചെയ്തു. അവിടുന്ന് തെർബിയത്ത് കിട്ടിയത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടയുടെ ബാപ്പയുടെ വഫാത്തിന് ശേഷവും പ്രിയ
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ വരുന്ന ആലിമീങ്ങളെ, സാദാത്യങ്ങളെ, മഹാന്മാരെ, സ്വാലിഹീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സാധാരണക്കാരെ വാപ്പ സ്നേഹിച്ചിരുന്നത് പോലെ, വാപ്പ ബഹുമാനിച്ചതിനേക്കാൾ അങ്ങനെ ഓരോന്നും വാപ്പ കാണിച്ചു കൊടുത്തത് അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് അവിടുത്തെ 2 മക്കളും ഇവിടെ സേവനം ചെയ്തു കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വാപ്പ തർബിയത്ത് ചെയ്തിരിക്കുന്ന മക്കൾ തന്നെ. അതുകൊണ്ടാണ് കണ്ട നിങ്ങൾ ഇവിടെ ഉറൂസുകൾ എത്ര നടക്കുന്നു, സമ്മേളനങ്ങൾ എത്ര നടക്കുന്നു. ഇവിടെ ഈ നമുക്ക് സമ്മേളനം ഔദ്യോഗികമായി 4 ദിവസമാണ് ഉണ്ടായതെങ്കിൽ അനൗദ്യോഗികമായുള്ള സമ്മേളനം ശരിക്കും 10 ദിവസമായി. ഈ 10 ദിവസങ്ങൾക്കിടയിൽ ഇവിടെ എത്രയാണ് ഉലമാക്കൾ കയറിയിറങ്ങിയത്, എത്രയാണ് സ്വാലിഹീങ്ങൾ വന്നുപോയത്, എത്രയാണ് സയ്യിദന്മാർ വന്നുപോയത്. മറ്റൊരു അത്ഭുതം നിങ്ങൾക്ക് കേൾക്കണോ? നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെല്ലാം തിരക്കിട്ട പ്രവർത്തകരാണ്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ ആരും വെറുതെ ഇരിക്കുന്നവരല്ല. ദർസ് നടത്തുന്നു, കോളേജുകൾ നടത്തുന്നു, ദഅ്വാ കോളേജുകൾ നടത്തുന്നു, നിരന്തരം പ്രവർത്തനത്തിലാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഫൈദാ ഫർഗത ഫൻസബ്, ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക്. അതാണ് ആലിമീങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും വിശ്രമം ഉള്ളവരല്ല. വിശ്രമത്തെ മാത്രം ശീലമുള്ള ആളുകളുണ്ട്. അവർക്ക് AP ഉസ്താദിൻ്റെ കാറയിലേ പോയത്, ടയറയിലേ പോയത്, മറ്റേ ബാക്കിയുള്ളതിലേ പോയത്, അത് GMC ആണോ JCB ആണോ ഇതൊക്കെ നോക്കി നടക്കുന്ന ജോലിയാണ്. അവർക്ക് AP ഉസ്താദിൻ്റെ മൊബൈൽ വരെ അത്ഭുതം. കാരണം അവരെ പോക്കറ്റിലൊക്കെ ഒരു പഴയ മൊബൈലുണ്ട്. അത് എപ്പോഴെങ്കിലും ഒന്ന് ബെല്ലടിച്ചും, അത് അടിച്ചുമ്പോഴത്തേന് എല്ലാവരും കൂടി ദത്താണ് അവണ്ണയാളെ ചെയ്താൻ ആളുകളുണ്ടോ എന്ന് വിചാരിച്ചാൽ ഒരു മൊബൈൽ എപ്പോഴെങ്കിലും അല്ല അവർക്ക് വരുള്ളൂ. ആ രൂപത്തിലാണ് അവർക്കുള്ളത്. നമ്മുടെ ആലിമീങ്ങൾ അതല്ല. 24 മണിക്കൂറും ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ മൊബൈൽ സൗണ്ട് അതില്ലാത്തൊരു സമയമില്ല. പിന്നെ ഈ മൊബൈലിനൊരു പരിപാടിയുണ്ട്, തൊള്ള പൊത്തി വെക്കൽ, ഇംഗ്ലീഷിൽ സൈലൻ്റ് ആക്കുക എന്നാണ് പറയാം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഒരു സൈലൻ്റ് ആക്കി വെക്കലോ ഓഫാക്കലോ ആ മൊബൈലിനില്ല. അതുകൊണ്ട് അതിലിങ്ങനെ വിളി വരികയാണ്. ഒരിക്കൽ വരുന്നത് വിളി AP ഉസ്താദിൻ്റെ ഫോണിൽ ഒരിക്കൽ വരുന്ന വിളി എവിടെ നിന്നാണ്? മദീനത്ത് നിന്ന്. ഉടനെ അതോ മക്കത്ത് നിന്ന്, മറ്റൊന്ന് അബുദാബിയിൽ നിന്ന്, അപ്പോൾ ഉണ്ടാവും നമ്മളെ കുണ്ടൂരിൽ നിന്ന്, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും. അങ്ങനെയാണ് നമ്മുടെ ആലിമീങ്ങൾ. ആ ആലിമീങ്ങൾ, തിരക്കിട്ട ജീവിതം നയിക്കുന്ന ആലിമീങ്ങൾ വന്നവർ വീണ്ടും ഒന്നുകൂടി ഇവിടെ വരുന്നു. ഈ ഉറൂസിൻ്റെ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് എത്ര പ്രാവശ്യമാണ് ഇവിടെ വന്നത്? എത്ര പ്രാവശ്യമാണ് സുലൈമാൻ ഉസ്താദ് ഇവിടെ വന്നത്? ഈ ഇരിക്കുന്ന സയ്യിദന്മാരൊക്കെ എത്ര പ്രാവശ്യമാണ് ആവർത്തിച്ച് ഇവിടെ വരുന്നത്? എന്തുകൊണ്ട്? ഒരു സമ്മേളനത്തിനും ഒരു ഉറൂസിനും നമുക്ക് ആ കാഴ്ച കാണാൻ സാധിക്കുകയില്ല. ഒരു പ്രാവശ്യം പോവുക, ഒന്ന് ഒപ്പിട്ട് പോരുക, ഒന്ന് മുഖം കാണിക്കുക, ഒന്ന് ബർക്കത്തിന് വേണ്ടി പോവുക. കൊണ്ടൂർ ഉസ്താദിൻ്റെ ഈ തിരുഹദറത്തിൽ ഞാനും കൊളത്തൂരൊക്കെയുള്ള ലൈഫീങ്ങൾ അടക്കം എത്ര പ്രാവശ്യമാണ് ഇവിടെ സേവനവുമായി വരുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്തുകൊണ്ട്? ഞങ്ങൾക്ക് വന്നവർക്ക് വീണ്ടും വരെ ഞങ്ങൾ വരുമ്പോൾ സുലൈമാൻ ഉസ്താദ് ഇന്ന് 3 വട്ടം വന്നുപോയി എന്ന് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഇത് ആഷിഖുർ റസൂൽ കൊണ്ടൂർ ഉസ്താദിൻ്റെ ഹൃദയത്തിനോടുള്ള, കൊണ്ടൂർ ഉസ്താദിൻ്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം അവിടുത്തെ മക്കളും അതേപോലെ നിലനിർത്തുന്നത് കൊണ്ട് അല്ല, അവിടുത്തെ ഖാദിമീങ്ങൾ നിലനിർത്തുന്നത് കൊണ്ട്. നോക്ക് നിങ്ങൾ, ഇവിടെ വളണ്ടിയർമാരായി കാണുന്ന ആളുകൾ എത്ര ദിവസമായി അവരൊക്കെ ഉറങ്ങിയിട്ട് അവർക്ക് ഉറക്കമില്ല, അവർക്ക് വിശ്രമമില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് എന്ന് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, എത്ര ദിവസമായിരോ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 10 ലക്ഷം ആളുകളെങ്കിലും ഈ ഉറൂസിന് ഈ പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉറക്കെ മൈക്കിൽ വിളിച്ചു പറയാൻ ബാബഹാജി ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നോട് പ്രത്യേകമായി ചെവിയിൽ പറഞ്ഞത്, ഉസ്താദെ, ഏതെങ്കിലും ഒരാൾ സ്വന്തം ഭക്ഷണം കിട്ടാത്തവരോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു പൊതി കിട്ടാത്തവരോ ഉണ്ടെങ്കിൽ മക്കാമിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയുടെ അടുത്ത് അവർ വരണം, അവർ ഭക്ഷണം വാങ്ങിയിട്ടേ പോകാവൂ എന്ന് പറയണേ എന്ന് ഏൽപ്പിച്ചുകൊണ്ടാണ് ബാബാജി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിൽ ഭക്ഷണം കൊടുക്കുന്നു. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ ഒരു ഇബാദത്ത് പ്രത്യേകം പറഞ്ഞു, അത് ഒരു പ്രത്യേക ഇബാദത്താണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലിയുൻ കറമല്ലാഹ്, 2 പേരും ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ സൽക്കാരം. ആ ചെറിയ സൽക്കാരത്തിൽ സംബന്ധിച്ച ശേഷം സ്വഹാബാക്കളെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവർ പുറത്തിങ്ങനെ സംസാരിച്ചിരിക്കുക. അവരുടെ വെറുതെയുള്ള സംസാരവും എന്താണ്? വിലപ്പെട്ട സംസാരമാണല്ലോ. ശറഉൽ ഹിക്കമിൽ നമുക്ക് രേഖപ്പെടുത്തിയത് കാണും ആ ചരിത്രം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നുണ്ട്, വലിയ വലിയ സ്വഹാബാക്കളുണ്ട്. എല്ലാവരും ഇരിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാത്ത്, നബിയെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 കാര്യം ഏതാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇക്സാറു സ്വലാത്തി അലൈക യാ റസൂലല്ലാഹ്, ധാരാളമായി സ്വലാത്ത് ചൊല്ലുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന്. ബഹുമാനപ്പെട്ടവർ രണ്ടാമത് പറഞ്ഞു, വൽ ജുലൂസ് ബൈന യദൈക യാ റസൂലല്ലാഹ്, നബി തങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക, അതാണ് മറ്റൊന്ന്. ഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്, എന്റെ മുതൽ മുഴുവനും മുത്തുനബി പൊരുത്തപ്പെട്ടതിന് ചെലവഴിക്കുക. ഇതിങ്ങനെ പറയുമ്പോൾ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാത്ത്, 3 കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്. ധാരാളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. ആ ഇബാദത്ത് കുണ്ടൂർ ഉസ്താദ് നിർവഹിച്ചപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ടവരുടെ ഹയാത്ത് കാലത്ത് ഇവിടെ വന്ന ഒരാളും ഭക്ഷണം കഴിക്കാതെ പോയിട്ടില്ല. ഇന്ന് നിങ്ങൾ കണ്ടോ, 10 ലക്ഷം ആളുകൾക്ക് ഈ ഉറൂസിനോടനുബന്ധിച്ച് ഭക്ഷണം നൽകി. എത്ര വീടുകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുണ്ട്, ഭക്ഷണത്തിൻ്റെ പൊതി വാങ്ങിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. എന്ത്? ഗൾഫ് രാജ്യത്തുള്ള കുടുംബങ്ങൾ, അവരുടെ കൂട്ടുകാർ, അവരുടെ സഹപ്രവർത്തകർ, അവർക്കൊക്കെ ഭക്ഷണം എത്തിക്കാൻ പൊതിയും വാങ്ങിയിട്ട് പോവുകയാണ്. ഗൾഫിലെ സഹോദരന്മാർ ഉൾപ്പെടെ എത്ര ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ആ ഭക്ഷണം കൊടുക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് നോക്കിയാൽ കുണ്ടൂർ സ്വദേശിയായ യഹ്യ ഹാജി, അദ്ദേഹത്തിന് ഉറക്കമില്ല, അയാൾക്ക് വിശ്രമമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്കും കൊളത്തൂരിനൊക്കെ മന്തി തരാൻ, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ നെയ്ച്ചോറ് കൊടുക്കാൻ, അങ്ങനെ സാധാരണക്കാർക്ക് പൊതി കൊടുക്കാൻ, അഥവാ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ ഭക്ഷണത്തിന് വേർതിരിച്ച് വെച്ചുകൊണ്ട് യാ റബ്ബ് യാ റബ്ബ് സുബ്ഹാന ജല്ല ജലാലു, ഈ ആട്ടിറച്ചി കൊണ്ട് ഒരു ഭാഗത്ത്, പോത്തിറച്ചി കൊണ്ട് വേറൊരു ഭാഗത്ത്, ഏതെല്ലാം രൂപത്തിലുള്ള ഭക്ഷണമാണ് മക്കളെ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പൊതിയില്ലേ, അത് കഴിച്ചു നോക്കിയാൽ ചിലപ്പോൾ 2 കഷ്ണം ഉണ്ടാവും. 2ഉം പോത്താന്ന് കരുതണ്ട, ഒന്ന് എരുമിയാണ് ഇക്കാരം ഇരിക്കട്ടെ. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ചിലപ്പോൾ ഒന്ന് ആടിൻ്റെ കഷ്ണമായിരിക്കും. ഇവിടെ നേർച്ച വരുന്ന ആളുകൾ അതാ ഇഷ്ടം പോലെ ബോത്തുകൾ ഇങ്ങനെ ഒന്നായിട്ട് നിരയായി നിൽക്കണമെന്ന് ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ കൊളത്തൂര് പോയി വന്നിട്ട് പറഞ്ഞു, യാ റബ്ബ്, അത്ഭുതപ്പെട്ടിലും മാളിയേക്കലും ഉണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? കേരള യാത്ര കഴിഞ്ഞിട്ട് പിന്നെ മാളിയേക്കൽ ഉസ്താദ് മൂക്കത്ത് കൈവച്ചത് ഇവിടെ പോത്തുകളെ കണ്ടപ്പോഴാണ്. അപ്പോൾ അത്രയധികം നേർച്ച വരികയാണ്. എന്തുകൊണ്ട് ജീവിതകാലത്ത് വല്ലതും ചെയ്യണം. വെറും ഫറൂഖ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുങ്ങാണ്ട് ബാക്കിയുള്ളവരോട് അസൂയപ്പെട്ട് നടന്നാൽ ഒരു സംഗതി നിങ്ങൾക്ക് നടത്താൻ വേണ്ടി സാധിക്കൂല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സുബ്ഹാന ജല്ല ജലാലു. ഇപ്പൊ കണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാർ, AP ഉസ്താദ് പ്രസംഗിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു, ഞാനൊരു 10 മിനിറ്റേ പറയുന്നുള്ളൂ എന്ന്. പക്ഷേ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിൻ്റെ അടുത്ത് ഉസ്താദ് വഅലിന് വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അങ്ങനെ പറയന്നെ ഒഴുകി ആ വാഗ്ദ്വാരണികൾ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? അവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാന വിഷയം, ബിദ്അഈ പ്രസ്ഥാനക്കാരോട് കടുത്ത വിരോധം. അതാണ് നമ്മുടെ മുഖമുദ്ര. നാം മനസ്സിലാക്കണം, ഇബാദത്തിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു ഖിബ്ലയുണ്ട്, അതാണ് കഅബ ശരീഫ്. ഇബാദത്തിന്റെ രാജാവ് 5 വഖത്ത് നിസ്കാരമാണ്. ആ 5 വഖത്ത് നിസ്കാരം അത് ഇബാദത്തിന്റെ രാജാവാണ്. രാജാവായ നിസ്കാരത്തിലെ ജുമുഅ നിസ്കാരം അത് കഅബ ശരീഫ് മുഖേന അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഫർള് നിസ്കാരം കഅബ ശരീഫ് മുഖേന അല്ലാഹു സ്വീകരിക്കുള്ളൂ. മയ്യത്ത് നിസ്കാരം കഅബ ശരീഫ് മുഖേന അല്ലാഹു സ്വീകരിക്കുള്ളൂ. സുന്നത്ത് നിസ്കാരം കഅബ ശരീഫ് മുഖേന സ്വീകരിക്കുള്ളൂ. നേർച്ചയാക്കിയ നിസ്കാരം കഅബ ശരീഫ് മുഖേന സ്വീകരിക്കുള്ളൂ. ഇബാദത്തിന് മുന്നിൽ നിൽക്കാൻ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയ്ക്ക് അള്ള വെച്ചിരിക്കുന്ന വസീല, അള്ള വെച്ചിരിക്കുന്ന ഇമാമ്, അള്ള വെച്ചിരിക്കുന്ന ഖിബ്ല, അതാണ് കഅബ ശരീഫ്. ആ കഅബ ശരീഫ് ഇബാദത്തിന് അള്ളാഹു തആല വെച്ചിരിക്കുന്ന ഖിബ്ല അത് കഅബ ശരീഫാണെങ്കിൽ, ഈമാനിന് അള്ളാഹു തആല നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്ന ഖിബ്ല മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹു ആകുന്ന ഉടമസ്ഥനിലേക്ക് അടുക്കാൻ ഈമാനിന് അള്ളാഹു തആല തന്ന ഖിബ്ല അത് മുഹമ്മദ് മുസ്തഫ.
ഒരാൾ കഅബ ശരീഫിന്റെ അടുത്ത് പോവുക, എന്നിട്ടോ അവൻ പറയാണ് ഈ കഅബത്തിന് എന്താ പ്രത്യേകത? കഅബത്തിന്റെ കല്ല് സാധാരണ കല്ല്, കഅബത്തിന്റെ മണല് സാധാരണ മണല്, കഅബത്തിന്റെ സിമന്റ് സാധാരണ സിമന്റ്, കഅബത്തിന്റെ ഭൂമി സാധാരണ ഭൂമി എന്നൊരുത്തം പറഞ്ഞാൽ അവനെ എവിടെ കൊണ്ടുപോയി കയറ്റണം? 13-ാം നമ്പർ ബസ്സിൽ കയറ്റണം. അവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോലി കയറല്. നമ്മൾ മനസ്സിലാക്കണം. കഅബ ശരീഫിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പറയാണ്, കഅബ ശരീഫിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പറയാണ്, എന്താ ഈ കഅബത്തിന് പ്രത്യേകത? ഇതിന്റെ കല്ല് സാധാരണ കല്ലല്ലേ, ഇതിന്റെ സിമന്റ് സാധാരണ സിമന്റ് അല്ലേ, ഇതിന് കൂട്ടിയ മണല് സാധാരണ മണലല്ലേ, അതുകൊണ്ട് ഞാൻ കുറെ കാലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഇനി എന്റെ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കാൻ കഅബ വേണ്ട, ഞാൻ നേരിട്ട് അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ അവന്റെ വിധി എന്താ? അപ്പൊ അതൊരു ഒരാളത് പ്രഖ്യാപിച്ചപ്പോ ഓന്റെ കൂടെ കൂടിയിട്ട് ഞാനും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഓന്റെ വിധി എന്താ? കഅബ ശരീഫാകുന്ന ഖിബലയെ മുന്നിൽ നിർത്തിയിട്ട് അള്ളാന്റെയും നമ്മുടെയും ഇടക്ക് കഅബ ശരീഫിനെ നിർത്തിയിട്ടല്ലാതെ ഒരു ജുമുഅ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. അതേപോലെയാണ് ഈമാനിന്റെ ഖിബലയാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിനെ നോക്കിയിട്ട് ഒരാൾ പറയാൻ, റസൂലുള്ളാഹിന്റെ കണ്ണ് സാധാരണ കണ്ണ്, റസൂലുള്ളാഹിന്റെ മൂക്ക് സാധാരണ മൂക്ക്, റസൂലുള്ളാഹിന്റെ കൈ സാധാരണ കൈ എന്നൊരാൾ പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഅബ ശരീഫിനെ നോക്കിയിട്ട് എന്താ കഅബ ശരീഫിൽ 1 ലക്ഷം? കഅബ ശരീഫ് നിൽക്കുന്ന സ്ഥലം, അതിന്റെ ചുറ്റുഭാഗത്തെ മത്താഫ്, ആ മത്താഫിന്റെ അപ്പുറത്ത് കാണുന്ന മസ്ജിദുൽ ഹറാം, സുബ്ഹാനല്ലാഹ്, കഅബ ശരീഫ് നിൽക്കുന്ന പ്രദേശം, ആ പ്രദേശത്തിന്റെ ചുറ്റുഭാഗമായ ഹറം, അതൊക്കെ 1 ലക്ഷം, എല്ലാം 1 ലക്ഷം. എന്തേ? ഇബാദത്തിന്റെ രാജാവാകുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന്റെ ഖിബലയാണ് അവിടെ. അതുകൊണ്ട് അവിടുത്തെ ബഹുമാനം കണ്ടോ എന്ന പോലെ ഈമാനിന്റെ ഖിബലയായ മുഹമ്മദ് മുസ്തഫ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്ന ആമിന ബീബി റളിയല്ലാഹു അൻഹ, അവിടുത്തെ ഗർഭാശയം, അവിടുത്തെ എല്ലാം അവിടുന്ന് പ്രസവിക്കപ്പെട്ട വീട്, അവിടുന്ന് നടന്ന സ്ഥലം, അവിടുന്ന് ഇരുന്ന സ്ഥലം, എല്ലാം അത് ആദരണീയമാണ്, അത് ബഹുമാനമാണ്, അത് വിശ്വസിക്കലാണ് ഈമാൻ. അതേ ഈമാനുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഅബ ശരീഫിന്റെ കല്ല് സാധാരണ കല്ലല്ലേ എന്ന് ചോദിക്കുന്നവൻ മുഹമ്മദ് നബിയുടെ കണ്ണ് സാധാരണ കണ്ണല്ലേ എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവരെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മുതഅല്ലിമീങ്ങളെ, ഇബാദത്ത് സ്വീകരിക്കാൻ ഇടക്ക് കഅബ ശരീഫിനെ വെക്കണമെങ്കിൽ, ഈമാനെ സ്വീകരിക്കാൻ ഇടക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാതെ ഒരാള് കഅബയില്ലാതെ ഞാൻ അള്ളാഹുവിലേക്ക് നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞാൽ എത്രമാത്രമാണ് അവന്റെ നിസ്കാരം? അത് മുഴുവനും ബാത്തിലാണ്. എന്ന പോലെ റസൂലുള്ളാഹി ഇല്ലാതെ ഞാൻ അള്ളാഹുവിലേക്ക് പോകട്ടെ എന്നൊരാൾ പറഞ്ഞാൽ അവന്റെ ഈമാനിന് വിലയില്ല കേട്ടോ. ബഹുമാനപ്പെട്ട ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റസൂലുള്ളാഹി തങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വരിക. ആ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയപ്പോൾ ഫലമ്മാ ആന അവാനു മൗലിദിഹിൽ കരീം വഹാന മഖദമു ശരീഫുൽ അളീം صاح شاوش الإشارة بالبشارة لأهل الأرض أجمعين وما أرسلناك إلا رحمة للعالمين. മലായികത്ത് അങ്ങോട്ട് ഒരു വലിയ അശരീരി കേട്ടു. അതങ്ങ് കേട്ടപ്പോഴേക്ക് അതാ വരുന്നു മലായികത്തിന്റെ ബറ്റാലിയൻ. ആമിന ബീവി പ്രസവിക്കാൻ കിടക്കുന്ന വീടിന്റെ പരിസരം മുഴുവനും മലായികത്തിനെ കൊണ്ട് നിറഞ്ഞു. മലായികത്തിനെ കൊണ്ട് തിക്കും തിരക്കുമായപ്പോൾ وبين يديها جبرائيل ولهم زجل بالتسبيح والتقديس للملك الجليل. ഉണ്ടോ? മലായികത്ത് ഇങ്ങനെ ചേർന്നിട്ട് പ്രസവിക്കാൻ കിടക്കുന്ന ആമിന ബീവിയുടെ അടുത്ത് ബഹുമാനപ്പെട്ട മലക്കൾ തസ്ബീഹ് ചൊല്ലി, മലക്കൾ തഹ്ലീൽ ചൊല്ലി. അപ്പോഴതാ വരുന്നു അക്ബലത്തിൽ ഹൂറുൽ ഈനു, അക്ബലത്തിൽ ഹൂറുൽ ഈനു, ഒന്നായിട്ട് ഹൂറുല്ലീങ്ങൾ നിറഞ്ഞു. ഹൂറുല്ലീങ്ങൾ വന്നിട്ട് ആമിന ബീവിയുടെ ചുറ്റുഭാഗത്തും ഹൂറുല്ലീങ്ങൾ ഇങ്ങനെ വന്നിട്ട് അവർ പാട്ട് പാടാൻ തുടങ്ങി, അവർ ബൈത്ത് ചൊല്ലാൻ തുടങ്ങി, അവർ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ പൂർവികർ കാണിച്ചു തന്നു. ബിസ്മിയും ഹംദും സലാത്തും നെൽസലാമും മുന്നേ ബിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. നഫീസത്ത് മാല പ്രസവിക്കുന്ന പെണ്ണുങ്ങളടുത്ത് ചൊല്ലണം. എൻ്റെ ആമിന ബീവി പ്രസവിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അവിടെ വന്നിട്ട് മലക്കുകളാണ് ചൊല്ലിയത്, അവിടെ വന്നിട്ട് ഹൂറുല്ലീങ്ങളാണ് ചൊല്ലിയത്. അഹ്ലുസുന്ന വൽ ജമാഅ നാം അതിൻ്റെ പാരമ്പര്യം നിലനിർത്തണം. പ്രിയപ്പെട്ടവരെ, മേനകാ ഗാന്ധി എന്ന ഏറ്റവും വലിയ സാഹിത്യകാരി അടുത്ത കാലത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി,
എന്താ എഴുതിയത്? ഗർഭിണികളാകുന്ന പെണ്ണുങ്ങളോട് മുഴുവനും സംഗീതം കേൾക്കാൻ ഞാൻ ഉപദേശിക്കാറുണ്ട്. ഗർഭിണികളായ സ്ത്രീകളോട് സംഗീതം കേൾക്കാൻ ഉദ്ദേശിക്കാറുണ്ട്. പ്രസവത്തിന്റെ വിഷമാവസ്ഥയിൽ വിപ്ലവഗാനങ്ങൾ കേൾക്കുന്നത് അവർക്ക് ആത്മവീര്യം നൽകുമെന്ന് ഞാൻ സ്ത്രീകളോട് ഉപദേശിക്കാറുണ്ട് എന്ന് മേനകാ ഗാന്ധി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിപ്ലവഗാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആത്മീയ വിപ്ലവഗാനമാണ് നഫീസത്തുമാല. മരണമാക്കും എണ്ട് പിണ്ട് ഓതി അൻആമാനെ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനെ. മരണത്തിന്റെ പകുതി വേദന സഹിച്ച് കിടക്കുന്ന പെണ്ണ് അവളുടെ അടുത്ത് വെച്ചുകൊണ്ട് ചൊല്ലുകയാണ്, വരിശൈബീവിൽ മൗത്ത് വന്ന് ഹാളിറായോക്കത്തെ വൈദ്യൻ ഊരത്ത് നോമ്പോ ഒഴിക്കുവാനൂരത്തെ. ആ സമയത്ത് ധൈര്യത്തോടെ ബീവി പറയുന്നത് എന്താ? തരിത്തവരോടോതി ഞാൻ മൂറിത്തിടാ സൗമാനെ തനിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പളുത്താനേ. ഈ വിപ്ലവ വീര്യത്തിന്റെ ആത്മീയ ഗാനം അതാ. അത് ആമിന ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ പ്രസവിക്കുമ്പോൾ ചൊല്ലിയതാ. പ്രിയപ്പെട്ടവരെ, അതിന്റെ പരമ്പര. ആ റസൂലുള്ളാഹി തങ്ങൾ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ട് കൈയും കാണിച്ച് ആ കുട്ടിയെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഉമ്മ ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമായി പ്രസവിക്കപ്പെട്ടു. പിന്നീട് 6-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഉമ്മ പോയി. 20-ാമത്തെ വയസ്സിൽ ഉമ്മ വഫാത്തായില്ലേ? റസൂലുള്ളാഹിക്ക് 6 വയസ്സ് തികയുന്നല്ലേ ഉള്ളൂ. അപ്പോ ആ കുട്ടിയെടുത്ത് ചുമലിലിട്ട് വാരി എടുത്തുകൊണ്ട് 300 കിലോമീറ്റർ നടന്ന് മക്കത്തുൽ മുക്കറമയിൽ എത്തിച്ചത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നബി തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഹിജറ പോവുകയാണ്. ദാഹം ശക്തിയാണ്, വിശപ്പ് ശക്തിയാണ്, ഒരു സാധനവും കയ്യിലില്ല. ബഹുമാനപ്പെട്ട ഉമ്മു ഐമന്റെ കയ്യിൽ വെള്ളമില്ല, കാരക്കയില്ല, ഭക്ഷണമില്ല. നോമ്പ് തുറക്കാൻ സമയമായി. ബഹുമാനപ്പെട്ട ബീവി മക്കയുടെയും മദീനയും ഇടക്ക് റൗഹാ എന്ന സ്ഥലത്ത് നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ ബോധമില്ലാതെ വീണു. ആ വീണ് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഒരു ചെറിയ മയക്കത്തിൽ ഒരു സ്വപ്നം ഇങ്ങനെ കാണുന്നു. എന്താ സ്വപ്നം കാണുന്നത്? മുകൾ ഭാഗത്ത് നിന്ന് ഒരു ബക്കറ്റ് ഇങ്ങനെ വരുന്നു. ഒരു ബക്കറ്റ്. ആ ബക്കറ്റ് ഇങ്ങനെ ഒരു വെളുത്ത കയറ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. വെളുത്ത കയറ് കൊണ്ട് കെട്ടിയിരിക്കുന്ന ബക്കറ്റ് വന്ന് 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 ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ നെഞ്ചത്ത് അവിടെ വീണു. നെഞ്ചത്ത് വന്ന് ബക്കറ്റ് നിന്നപ്പോൾ ഉമ്മു ഐമൻ ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അതാ നെഞ്ചത്തൊരു ബക്കറ്റ് കാണുന്നു. ആ ബക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ വെള്ളമുണ്ട്. ബഹുമാനപ്പെട്ട ബീവി പറയുന്നു, ആ വെള്ളം കുടിച്ച ശേഷം ബഹുമാനപ്പെട്ട ബീവി റസൂലുള്ളാഹിന്റെ കൂടെ, സിദ്ദീഖ് തങ്ങളുടെ കൂടെ, ഉമർ ഖത്താബ് തങ്ങളുടെ കൂടെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ഭരണകാലത്ത് വഫാത്താകുന്നത് വരെ ഈ ബക്കറ്റിലെ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയ്ക്ക് ദാഹമുണ്ടായിട്ടില്ല. എന്താ കാരണം? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ചിട്ട് ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഉമ്മ ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ആ ഉമ്മു ഐമൻ അടക്കമുള്ളവർ നമുക്ക് മഹബത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മഹബത്തിൽ നിൽക്കണം നാം. അതാണ് കുണ്ടൂർ ഉസ്താദ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ മഹബത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് വിധി കൂട്ടണം റഹ്മാനെ, തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഈ മഹബത്തിന് എതിരിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾക്ക് വെറുപ്പ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. പടച്ചവനെ, നാളെ 6 അടി മണ്ണാകുന്ന കബറിൽ കിടക്കുമ്പോൾ ആരുടെ സലാമും കിട്ടാത്ത ഖാദിയാനി കബറിലാക്കല്ലേ അല്ലാ. ഒരാളെ ഫാത്തിഹയും കേൾക്കാൻ ഭാഗ്യം ലഭിക്കാത്ത മൗദൂദി കബറിലാക്കല്ലേ അല്ലാ. ഒരാളെ യാസീനും കേൾക്കാൻ ഭാഗ്യമില്ലാത്ത വഹാബി മുജാഹിദ് കബറിൽ കിടക്കേണ്ട ഹതഭാഗ്യരിൽ ഞങ്ങളെ കൊടുക്കല്ലേ അല്ലാ. ആ ഭാഗ്യദോഷം ഞങ്ങളെ മക്കളെ പരമ്പരക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ ശിഷ്യ പരമ്പരക്ക് നൽകല്ലേ അല്ലാ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് മാത്രമല്ല, എത്ര യതീമക്കളെയാണ് പോറ്റുന്നത്, എത്ര മുതഅല്ലിമീങ്ങളെയാണ് പോറ്റുന്നത്, എത്ര ആലിമീങ്ങളെയാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത്. യാ റബ്ബ് യാ റബ്ബ്. എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്ന ബുഖാരി ദർസ് എത്ര ചന്തമായിട്ടും ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ബുറുദ ചെല്ലുന്നത് അതിൻ്റെ യഥാർത്ഥമായ തഖ്വയോടുകൂടെ, തഖ്വയിൽ അധിഷ്ഠിതമായി ബുറുദ ചെല്ലുന്നത് കേൾക്കണോ? കുണ്ടൂർ ഉസ്താദിന്റെ ഹദ്റത്തിൽ നടക്കുന്ന ബുറുദ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെറും ആസ്വാദനം മാത്രമല്ല. ബുറുദയുടെ ഗ്രന്ഥം കണ്ണിന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ബുറുദ ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാഴ്ച തിരിച്ചു കിട്ടിയ ചരിത്രം
നമുക്ക് വ്യക്തമാണെങ്കിൽ ആ രൂപത്തിൽ ബുർദ ചൊല്ലുന്ന രംഗം അതാണ് കുണ്ടൂരിൽ നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കുണ്ടൂർ ഉസ്താദിന്റെ തിരുഹദറത്തിൽ നടക്കുന്ന ഈ ഉറൂസ് ഇവിടെ സമാപിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പറഞ്ഞില്ലേ, ഇതൊരു പൊതുസമ്മേളനം സമാപിക്കലാണ്. റബീഉൽ അവ്വൽ 1 ഇനി 30 ദിവസം ഇവിടെ വേറെ ഭക്ഷണം കൊടുക്കലും വേറെ ബുർദയും മൗലൂദും ഒക്കെ നടക്കാൻ. അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. അവിടുത്തെ 2 കുട്ടികളും അവിടുത്തെ ഭാര്യമാരും അവരുടെ മക്കളും മക്കളെ മക്കളും എല്ലാവരിലും ബാപ്പയുടെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ഷെയ്ഖുനായുടെ ആ ഇഷ്ക്, ആ മഹബത്ത്, ആലിമീങ്ങളുടെ സുഹബത്തിലൂടെ കിട്ടിയ എല്ലാം ഈ മക്കളെ പരമ്പരയിൽ നീ നിലനിർത്തണം റഹ്മാനെ. അവിടുത്തെ ഭാര്യയ്ക്ക് എല്ലാവിധ തൗഫീഖും നീ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മുതഅല്ലിമീങ്ങൾ പ്രവർത്തകർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന് വലിയ തൃപ്തിയുള്ള സംഗതിയാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ പാടലും പറയലും എല്ലാം അതിലൊക്കെ പങ്കെടുക്കണം. യമൻ സാറ ബിനാ ലില്ലാഹി യമൻ ഹറ ബിദിക്രില്ലാഹി യാ ഖുദ്വതനൽ കുണ്ടൂരി വലിയല്ലാഹി നർജു بركاتك يا ملجأنا يا نور الله قمت بأمر الله هذا أمر رسول الله سرت بنا في سلك سار رسول الله فيه نلت مقاما علا أجلا فضل الله أنت محب الأولياء أنت معين العلماء أنت مغيث الضعفاء مع الغرباء جاءوا عندك طلبا منك لدفع كل بلاء قلبك أبدا عند رسولي قولك كل مدح رسولي قاصد وجه رب العالمين المتعالي عز جل جلالا سبح كل ذا الجلال زرت حبيب الله مرارا رمت بذلك عفوا وفرا من عند مالك يوم الدين كان وفورا صادق وعد المالك في القرآن كان ظهورا زرت حبيب الله مرارا رمت بذلك عفوا وفرا من عند مالك يوم الدين كان وفورا صادق وعد المالك في القرآن كان ظهورا أعطى ربك علم الدين توفيقا بأهل الدين هم الهداة لكل الناس سبيل الدين حتى شربوا كأس وصالهم يا قطب زماني شيخ كان حنيفا ممن ساروا هاروا حنفا وهو سمي رسول الله كان رؤوفا
ലുഖിബ ശൈഖുന ബാപ്പു ചാപ്പനങ്ങാടി കനഫീഫാ യാ മൻ സാറ ബിനാ ലില്ലാഹി യാ മൻ ഹാറ ബിദിക്രില്ലാഹി യാ ഖുദ്വതനൽ കുണ്ടൂരി വലിയല്ലാഹി നർജു ബറകാതിക യാ മൽജഅനാ യാ നൂറല്ലാഹി. അന്യരായ ഉസ്താദ് ഔലിയാക്കളെ പ്രകീർത്തിക്കുക എന്നത് ഉസ്താദിന് വലിയ തൃപ്തിയുള്ള സംഗതിയാണ്. ഒരു പ്രാവശ്യം ഹജ്ജിന് എന്ന് പുറപ്പെട്ട് ഇവിടെ എത്തുന്നത് വരെ അറഫയിലും മിനയിലടക്കം മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ കവിതയായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. വലിയ കറാമത്തുള്ള ഒരു ബൈത്താണ് അജ്മീർ ഖാജ തങ്ങളെ സംബന്ധിച്ചുള്ള കവാലിയൊക്കെ. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ കറാമത്തുകളൊക്കെ മനസ്സിലാക്കിയ നാമും ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിനെ വർണ്ണിക്കലും പാടലും മഹാനവറുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കൂറും നന്ദിയുമാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല ഈ ഉറൂസിന് ഇഷ്കോടുകൂടി സഹകരിച്ച എല്ലാ ആളുകളെയും അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളിൽ ദാസന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇവിടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരൊക്കെ അള്ളാഹുവിനോടൊക്കെ മുറാദുകൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ. ഉസ്താദിന് വലിയ തൃപ്തിയുള്ള സംഗതിയാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ പാടലും പറയലും എല്ലാം അതിലൊക്കെ പങ്കെടുക്കണം. യാ മൻ സാറ ബിനാ ലില്ലാഹി യാ മൻ ഹാറ ബിദിക്രില്ലാഹി യാ ഖുദ്വതനൽ കുണ്ടൂരി വലിയല്ലാഹി നർജു ബറകാതിക യാ മൽജഅനാ യാ നൂറല്ലാഹി ഖുംത ബിഅംരിൻ അംരില്ലാഹി ഹാദാ അംറു റസൂലില്ലാഹി സിർത ബിനാ ഫീ സിൽകിൻ സാറ റസൂലുള്ളാഹി ഫീഹി നിൽത മഖാമൻ ഇലാ അജ്ലാ ഫളലല്ലാഹി അന്ത മുഹിബ്ബുൽ ഔലിയാഇ അന്ത മുഈനുൽ ഉലമാഇ അന്ത മുഗീസു ളുഅഫാഇ മൽഗുറബാഇ ജാഉ ഇൻദക തലബൻ മിൻക ലിദഫഇ കുല്ലി ബലാഇ قلبك أبدا عند رسولي قولك كل مدح رسولي قاصد وجهي رب العالمين المتعالي عز جل جلالا سبح كل ذا الجلال زرت حبيب الله مرارا رمت بذلك عفوا وفرا من عند مالك يوم الدين كان وفورا صادق وعد المالك في القرآن كان ظهورا زرت حبيب الله مرارا رمت بذلك عفوا وفرا من عند مالك يوم الدين كان وفورا صادق وعد المالك في القرآن كان ظهورا أعطى ربك علم الدين
توفيقا بأهل الدين هم الهداة لكل الناس سبيل الدين حتى شربوا كأس وصالهم يا قطب زماني شيخك أبدا شيخ كان حنيفا ممن ساروا حنفا وهو سمي رسول الله كان رؤوفا لقب شيخنا بابو ചാപ്പനങ്ങാടി كان عفيفا يا من سار بنا لله يا من هار بذكر الله يا قدوتنا الكندوري ولي الله نرجو بركاتك يا ملجأنا يا نور الله. അന്യരായ ഉസ്താദ് ഔലിയാക്കളെ പ്രകീർത്തിക്കുക എന്നത് ഉസ്താദിന് വലിയ തൃപ്തിയുള്ള സംഗതിയാണ്. ഒരു പ്രാവശ്യം ഹജ്ജിന് എന്ന് പുറപ്പെട്ട് ഇവിടെ എത്തുന്നത് വരെ അറഫയിലും മിനയിലടക്കം മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ കവിതയായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. വലിയ കറാമത്തുള്ള ഒരു ബൈത്താണ് അജ്മീർ ഖാജ തങ്ങളെ സംബന്ധിച്ചുള്ള കവാലിയൊക്കെ. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ കറാമത്തുകളൊക്കെ മനസ്സിലാക്കിയ നാമും ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിനെ വർണ്ണിക്കലും പാടലും മഹാനവറുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കൂറും നന്ദിയുമാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല ഈ ഉറൂസിനെ ഇഷ്കോടുകൂടി സഹകരിച്ച എല്ലാ ആളുകളെയും അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളിൽ ദാസന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇവിടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരൊക്കെ അള്ളാഹു അവരുടെയൊക്കെ മുറാദുകൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ.